അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാത്തിനും നന്ദി. ഇനി അങ്ങോട്ട് സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചോറും വെച്ചിട്ടുണ്ട്. ഇനി കറി വെക്കാനുള്ള അപ്പത്തിന് കുറച്ച് പണി നമുക്ക് പറമ്പിൽ പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറമ്പ് വന്ന് പുല്ലൊക്കെ പിടിച്ച വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഉണ്ടായിരുന്നു. മരം മുറിച്ചതിൻ്റെ ഒക്കെ അടക്കി വെച്ചിട്ടുണ്ട്. ബാക്കി കച്ചറകളും കുറച്ച് ചകിരി തേങ്ങ ഒക്കെ ഉള്ളിലേക്ക് ആക്കാനുണ്ട്. മഴ ഇങ്ങനെ പെയ്യണ കാരണം പണിക്കാർ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. ഇതൊക്കെ ഒന്ന് വേണ്ടതൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കി കത്തിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ടിരിക്കേണ്ട. ചകപ്പുറം ഒക്കെ കൂടിയിട്ട് കത്തിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് ആ പണി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു സേവനവാരമാണ് കേട്ടോ. അപ്പം മരം വെട്ടേൻ്റെ ചെറിയ ചെറിയ ചീളുകളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ച് കൂട്ടി. അതുപോലെ ചുള്ളിക്കമ്പുകളൊക്കെ ഉണങ്ങിയത് പൊടിഞ്ഞ കഷ്ണങ്ങളായതും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനി ഒരു മഴ കൊണ്ടുണ്ടെങ്കിൽ അതാകെ വൃത്തികേടായിട്ട് അവിടെ കിടക്കുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ അടിച്ച് കൊണ്ടിട്ട് നമുക്ക് തീയിടല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ എടുത്തിട്ട് വേറെ വെച്ച് നമ്മുടെ ഹരിതസേനക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ മരത്തിൻ്റെ ചീളുകൾ ഒക്കെ എടുത്തിട്ട് ഒരു കൊട്ടയിലാക്കിയിട്ട് അപ്പുറത്ത് തെങ്ങിൻ്റെ ഒരു സൈഡിലിട്ട് കത്തിക്കണേലേക്ക് ഇടാൻ കൊണ്ടുപോയാണ് കേട്ടോ ചെയ്യണത്. അപ്പം ഇന്ന് മക്കൾക്കൊക്കെ സ്കൂളുണ്ട്. അപ്പം ഞാൻ മാത്രമുള്ള വീട്ടിൽ കേട്ടോ. അതൊക്കെ അടിച്ച് വാരിയിട്ട് ഒരു തെങ്ങിൻ്റെ കടക്കിൽ കൊണ്ടുപോയിട്ട് തീയിടുകയാണ് കേട്ടോ ചെയ്യണത്. ഒരു സൈഡിലിട്ടിട്ട് തൽക്കാലം ഇങ്ങനെ ആക്കി കെട്ടിയിട്ടുണ്ട്. അഞ്ഞ് കുറച്ച് ഓലയും കുറച്ച് ഉണങ്ങിയ വിറകുണ്ടായിരുന്നു. അത് വിറകുരയിലേക്ക് കയറ്റി വെക്കാൻ കേട്ടോ ചെയ്യണത്. ഉണങ്ങി കിടക്കുന്ന വീഴണ ഓലകളുണ്ടായിരുന്നു. അതൊക്കെ വെട്ടിയിട്ട് ആക്കി വെക്കണമെങ്കിൽ അതൊക്കെ നനയോലം വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുറത്തെ പണികൾ അവസാനിപ്പിക്കാൻ വിചാരിച്ചിട്ട് ഒക്കെ കൂടി ഒരുമിച്ച് വലിച്ചാൽ ചിലപ്പോൾ വയ്യാതായി കിടക്കും. അപ്പോൾ കുറേശ്ശെ ഓരോ ഭാഗം വൃത്തിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓരോ ഭാഗങ്ങളായിട്ട് വൃത്തിയാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി അകത്ത് മീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കറി വെക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്ന് മീൻ കിട്ടിയിട്ടുള്ളത് ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ കലക്കിയിട്ട് വെച്ചിട്ടാണ് പുറത്തെ പണിക്ക് പോയിട്ടുള്ളത്. അപ്പോൾ മീൻ കിട്ടിയാൽ നന്നാക്കിയാൽ നമുക്കത് കറി തിളച്ച് വരുമ്പോഴത്തേന് നന്നാക്കി കഴിഞ്ഞാൽ അത് കറിയിലിടാമല്ലോ. അപ്പോൾ മീനിൻ്റെ കറിക്കുള്ളത് അടുപ്പത്ത് വെച്ചിട്ടാണ് നന്നാക്കാൻ നിൽക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യണം. അതും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ മീൻ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പകുതി ആയപ്പോൾ കറി തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ കറി അവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് റോസ്റ്റ് റെഡിയാക്കണം. അതിലേക്ക് ഉള്ള ചെമ്മീൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടൊന്ന് കായം പറ്റിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം നീക്കി വെച്ചിട്ടാണ്. എന്നിട്ടാണ് അതിലേക്കുള്ള ഉള്ളികളൊക്കെ തോല് കളയാനും അരിയാനൊക്കെ പോയത് കേട്ടോ. ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. 2 സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 തക്കാളി ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളകും കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് പെരിഞ്ചീരകം കൂടിയിട്ട് ചതച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കായം തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീനൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 3/4 ഭാഗം ഒന്ന് വെന്ത് വന്നാൽ മതി. അതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീന് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആ പാനിൽ തന്നെ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സബോള അരിഞ്ഞ് വെച്ചതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. സബോള നന്നായി വഴന്നു വന്നപ്പോൾ തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ക്യാമറയിൽ ഇട്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ നന്നായി വഴന്നു വന്നപ്പോൾ നമ്മൾ മസാലകൾ ചേർക്കുകയാണ്. 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളകും പൊടിയും 1 ടേബിൾ സ്പൂണ് എരിവുള്ള മുളകും പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വന്നപ്പോൾ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ളത് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിൽ അടുത്ത് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടൊന്ന് മസാലകൾ ചെമ്മീനിലേക്ക് ഒന്ന് പിടിക്കുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ചെമ്മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിൽ ഒന്ന് ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുത്തതാണ് മസാല കളർ കേട്ടോ. ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കട്ടിയുള്ള കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് നല്ല ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് എങ്ങനെയുണ്ടെന്നുള്ള അടിയിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.